ഞാൻ ഓർക്കുന്നൊരു ചന്ദ്രൻ എന്നൊരു മനുഷ്യൻ്റെ അനുഭവം. ചന്ദ്രൻ, അത് ഇതിപ്പോൾ നമുക്ക് കാർത്തിയാനിയും ചന്ദ്രനും സരോജിനിയും ഒക്കെ പറഞ്ഞു തരേണ്ട സ്ഥിതിയാണ് ഇപ്പം. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ 10-30 വർഷമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ഈശോയെ അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഒരു ചേട്ടത്തി, പ്രാർത്ഥിക്കുന്ന ചേട്ടത്തി, അട്ടപ്പാടി വരുന്നൊരു ചേട്ടത്തി ചന്ദ്രനോട് പറഞ്ഞു, ചന്ദ്ര, നിൻ്റെ കാലിൽ ഇങ്ങനെ ആണിയുണ്ട്, നിനക്ക് സമാധാനമില്ല, നിനക്ക് വിഷമാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ യേശുവിനെ ഒന്ന് ഓർത്താൽ, യേശുവിനൊന്ന് വിളിച്ചാൽ നിനക്ക് ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ ആ ചന്ദ്രൻ എന്താ ചെയ്തത്? അപ്പച്ചന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അപ്പച്ചന്റെ പേര് ചന്ദ്രൻ, പറപ്പൂര്, തൃശ്ശൂർ നിന്നാണ് വരുന്നത്. തൃശ്ശൂര്, പറപ്പൂര് ദേശം. അപ്പച്ചൻ അക്രൈസ്തവനാണ്. 1 വർഷം മുമ്പ് അപ്പച്ചന് ഇവിടെ വെള്ളിയാഴ്ച വന്നു. അപ്പച്ചന്റെ കാലിൽ ആണി രോഗം ഉണ്ടായിരുന്നു. 25 വർഷമായിട്ടുള്ള ആണി രോഗമായിരുന്നു. എത്ര വർഷം? 25 വർഷം ആണി രോഗം ഉണ്ടായിരുന്നു എനിക്ക്. 25 വർഷമായി അപ്പച്ചന്റെ കാലിൽ ആണി രോഗമായിരുന്നു. ആണി രോഗം. അപ്പച്ചൻ വണ്ടിയിലിരുന്നപ്പോൾ ഒരു ചേച്ചിക്ക് ഇതുപോലെ ആണി രോഗം ഉണ്ടായിട്ട് കൽപ്പാതയില് ചെരുപ്പില്ലാതെ നടന്നപ്പോ മാറിയെന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെ അപ്പച്ചൻ ആദ്യത്തെ പ്രാവശ്യം ചെരുപ്പിടാതെ നടക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചെരുപ്പിട്ട് കൽപ്പാതയില് പോയി പ്രാർത്ഥിച്ചു. 2ാം പ്രാവശ്യവും 3ാം പ്രാവശ്യവും അപ്പച്ചൻ ചെരുപ്പില്ലാണ്ട് ഈ ആണിയുള്ള കാലും വെച്ച് ചെരുപ്പില്ലാതെ കയറി കുരിശിന്റെ വഴി. 3ാം പ്രാവശ്യം ചെരുപ്പില്ലാതെ കുരിശിന്റെ വഴി ചെല്ലി പ്രാർത്ഥിച്ച് കൽപ്പാതയിൽ ചെന്ന് തിരിച്ചു വരുമ്പോ അപ്പച്ചന്റെ ആണി രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അതിന്റെ മാർക്കില്ല, എവിടെയാന്ന് അറിയുന്നില്ല, ആ സ്ഥലം എവിടെയാന്ന് അറിയുന്നില്ല, എന്റെ പാടുപോലും ഇല്ല. യേശു വേണം, ഞാൻ വിശ്വസിക്കുന്നു. മണവാളനെ ഓർക്കുമ്പോൾ ഒരു ആത്മാവ്. 25 വർഷമായിരുന്നു. പാടുപോലും ഇല്ല. അല്ലെങ്കിൽ ഈ മഞ്ഞ് സമയത്ത് അത് കംപ്ലീറ്റ് വരും. അപ്പം ഞാൻ ബ്ലേഡ് എടുത്ത് ചെത്തിക്കളയണം. ഇപ്പം അതിൻ്റെ പാടുപോലും ഇല്ല. യേശുവേ നന്ദി. കുരിശിന്റെ വഴി നടത്തി തിരിച്ച് താഴത്തേക്ക് വന്നപ്പോ, ചെരുപ്പില്ലാതെ കുരിശിന്റെ വഴി നടത്തി അവൻ തിരിച്ച് താഴത്തേക്ക് വന്നപ്പോ പാടുപോലും ഇല്ലാതെ ആ ഭാഗം കംപ്ലീറ്റ് നോർമലായി. ചന്ദ്രന്റെ മുഖം കണ്ട ഒരു അത്ഭുതം. സന്തോഷാണോ? കണ്ണുനീര്. കുരിശിന്റെ വഴി അല്ലെ, കുരിശിന്റെ വഴി, ഇതുപോലത്തെ കുരിശിന്റെ വഴിയുടെ കൽപ്പാതയില് കാല് നടന്ന് അങ്ങോട്ട് കുരിശിന്റെ വഴി ചെയ്തങ്ങോട്ട് മോളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഒന്നുമില്ല, കംപ്ലീറ്റ് ക്ലിയർ അല്ലേ? തന്നെ അത്ഭുതം ചെയ്തിട്ട് യേശു എന്ന് പറയുമ്പോ കരയാം. യേശു കുരിശിൽ മരിച്ചു. യേശു നല്ലവനാണെന്നാണ് പറയുന്നത്. പേര് ചന്ദ്രൻ അല്ലേ? ചന്ദ്രന് മനസ്സിലായി. ചന്ദ്രൻ യേശുവിൽ വിശ്വസിക്കുന്നു. കണിശമായിട്ട് വിശ്വസിക്കുന്നു. അതിനനുഭവിച്ചവർക്കാണ് അത് സൗഖ്യം കിട്ടിയതിന്റെ വില മനസ്സിലാവും. ശരിക്കും ആണിയുള്ളപ്പോ നല്ല ബുദ്ധിമുട്ടല്ലേ? അതെ അതിന് ഇപ്പൊ ഈ മഞ്ഞ് സമയത്ത് അത് നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഭയങ്കര വേദന. അതാണ് മാറിപ്പോയി. ഇപ്പൊ ഒരു പാട് പോലും ഇല്ല. ചന്ദ്രൻ യേശു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഹൃദയത്തിൽ ഫീലിംഗ് ആണ്. ഒരു മണവാളന്, അതായത് സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല, അത് ഈശോയോടുള്ള ആ ഒരു ബന്ധത്തിലുള്ള ആ കണ്ണുനീരാണ്. യേശു എന്ന് പറയുമ്പം ഈശോയുള്ള ബന്ധത്തിലുള്ള കണ്ണുനീരാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അങ്ങനെ ഒരു മണവാളിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതുപോലുള്ള ഒരു ഫീലിങ്ങോ ഒരു വികാരമോ ഒരു സന്തോഷമോ ഒരു സ്വന്തത്വമോ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്നേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ജൂബിലി വർഷം യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട ജൂബിലിയാണെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. യേശുവായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. പിതാവിലേക്ക് പോകാൻ യേശു അല്ലാതൊരു വഴിയില്ല എന്ന് അസന്നിഗ്ധമായി ഈശോ പഠിപ്പിച്ചിരിക്കുകയാണ്.